തിരുവനന്തപുരത്തേക്ക് ഒരു അപകട വാർത്തയിലേക്കാണ്. അവിടെ നാലാഞ്ചിറ എന്ന സ്ഥലത്ത് വിദ്യാർത്ഥികളെ ബൈക്ക് ഇടിച്ച് തെറിപ്പിച്ചു. നടപ്പാതയിലൂടെ നടന്നു പോവുകയായിരുന്നു രണ്ട് കുട്ടികൾ. അവരുടെ ദേഹത്തേക്കാണ് ഈ വാഹനം ഇടിച്ചു കയറിയത്. ഞെട്ടിപ്പിക്കുന്നതാണ് ദൃശ്യങ്ങൾ. TS ഹരികൃഷ്ണയുടെ വിവരങ്ങളായ ഹരി, ആ കുട്ടികൾക്ക് എന്തെങ്കിലും കാര്യമായി പരിക്കുണ്ടോ? ഹരി, ഇടിയുടെ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് ഭയം തോന്നും. പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. അതായത് ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ആശുപത്രിയിൽ അന്വേഷിക്കുമ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട് ആ കുട്ടികളെന്ന് അറിയാൻ സാധിച്ചു. പക്ഷേ എങ്കിലും ദേഹത്ത് മുറിവുകളൊക്കെ ഉണ്ടാവും. ആ രീതിയിലാണ് ആ അപകടം സംഭവിച്ചിരിക്കുന്നത്. ബൈക്ക് ഓടിച്ചത് ടെക്നോ പാർക്കിലെ ഒരു ജീവനക്കാരനാണ്. അവിടെ ജോലിക്ക് പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു. രാവിലെ ഒരു 8 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ സമയത്ത് ഈ ബൈക്ക് ഓടിച്ചിരുന്ന വ്യക്തി ഉറങ്ങിപ്പോയതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷെ അത് അങ്ങനെയാണോ, അത് അലക്ഷ്യമായി വണ്ടി ഓടിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ മണ്ണന്തല പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. പോലീസിൽ നിന്ന് നമുക്ക് വിവരം വരേണ്ടിയിരിക്കുന്നു. എന്തായാലും വളരെ വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ട്യൂഷൻ കഴിഞ്ഞിട്ടാണ് ആ രണ്ട് കുട്ടികൾ, നാലാഞ്ചിറയിലെ സർവോദയ സ്കൂളിൽ പഠിക്കുന്ന 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികളാണ്. അവർ രണ്ടുപേരും ട്യൂഷൻ കഴിഞ്ഞതിന് ശേഷം രാവിലെ ഫുട്പാത്തിലൂടെ നടന്നു പോവുകയായിരുന്നു. ആ സമയത്താണ് ആ ബൈക്ക് നിയന്ത്രണം വിട്ട് വന്ന് ആ കുട്ടികൾക്ക് നേരെ വന്നിടിക്കുന്നത്. ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഒരു കുട്ടി ആ വണ്ടി ഇടിച്ചതിന് ശേഷം ഒരു 5-6 മീറ്റർ മുന്നോട്ട് തെറിച്ച് വീഴുന്നുണ്ട്. ഒരു കുട്ടി അവിടെ തന്നെ വീഴുകയും ചെയ്തു. അപ്പോൾ ഈ അപകടം കണ്ടതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ, ആ പരിസരത്തുണ്ടായിരുന്ന ആൾക്കാരൊക്കെ വന്നാണ് ഈ 3 പേരെയും എടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം ലഭ്യമായിട്ടുണ്ട്. എങ്കിൽ കൂടിയും ചെറിയ മുറിവുകളും ചിലപ്പോൾ ഒടിവോ അങ്ങനെയുള്ള എന്താ സംഭവങ്ങളൊക്കെ ചിലപ്പോൾ ആ കുട്ടികൾക്ക് ഉണ്ടായേക്കാം. ശരിയാണ്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് വല്ലാതെ ഭയപ്പെട്ടു പോകും. കുട്ടികൾ വേഗത്തിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. വേഗത്തിൽ അവർക്ക് പരിക്ക് ഭേദമാകട്ടെ, മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം.